ലഹരിവിരുദ്ധ പ്രചാരണത്തിന്റെ ഭാഗമായി 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നടത്തുന്ന കേരള യാത്ര അത് കൊല്ലം ജില്ലയിലാണ് പര്യടനം തുടരുന്നത് ഇപ്പോൾ എന്ന കാര്യം പ്രേക്ഷകർക്കറിയാം. കൊട്ടാരക്കരയിലാണ് യാത്ര എത്തി നിൽക്കുന്നത്. കൊട്ടാരക്കര MGM സ്കൂളിൽ സ്വീകരണ പരിപാടി പുരോഗമിക്കുകയാണ്. ഓവർ ടു SK. അങ്ങനെയൊക്കെയുള്ള പുതിയ പ്രവണതകളുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം MGM ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തിയുള്ള വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അപ്പോൾ നമ്മുടെ ഗീവർഗീസ് അച്ചായൻ ഒമാനിലൊക്കെ പോയി അത്യാവശ്യം പണമൊക്കെ സമ്പാദിച്ച് നമ്മുടെ നാട്ടിൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി. ഏതാണ്ട് 20ഓളം സ്ഥാപനങ്ങൾ അദ്ദേഹത്തിനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോളേജും സ്കൂളുകളുമായിട്ട് 24ആയി. അപ്പോൾ 24ആയി. ഇനി അടുത്ത വർഷം ഞാൻ പ്രസംഗിക്കാൻ വരുമ്പോൾ മിക്കവാറും 46 ആക്കും അച്ചായൻ അത്ര ഭാവന സമ്പന്നനാണ്. അപ്പോൾ ഒരുപക്ഷെ ഞാൻ MGM സ്കൂളിലെ കാര്യങ്ങളൊക്കെ ഞാൻ അച്ചായനോട് ഈ പ്രസംഗം നടത്തുന്നതിന് മുമ്പ് പറഞ്ഞത്, ഞാൻ അച്ചായനോട് പറഞ്ഞു, നമ്മളൊരു കാവൽ ഭടനെ പോലെ നിൽക്കണം. നമ്മുടെ കുട്ടികളിലൊക്കെ ഒരിക്കലും സ്വാധീനം വരരുത്. ഇത് വളരെ സൂത്രപ്പണിയാണ്. അതായത് കുട്ടികൾക്ക് ചോക്ലേറ്റിൽ ലഹരി കലർത്തി കൊടുക്കുക, കുട്ടികളെ ഇതിനെ അഡിക്റ്റ് ആക്കുക, അവസാനം കുട്ടികൾക്ക് ഇതിൻ്റെ കാരിയറാക്കി മാറ്റുക, എന്നിട്ട് അവരെ വേറെ പെൺകുട്ടികളാണെങ്കിൽ എന്തിനെങ്കിലും ഉപയോഗിക്കുക. നിങ്ങൾക്കറിയേണ്ടത് കേരളത്തിലെ പല കോളേജുകളിലും പെൺകുട്ടികൾ പോലും ഇന്ന് MDMA പോലുള്ള മാരക ലഹരികൾ ഉപയോഗിക്കുന്നുണ്ട്. കലാഫീൽഡിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ പാട്ടുകാർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ചില പാട്ടുകാരൊക്കെ വിശ്വസിക്കുന്നത് അവർക്ക് നന്നായിട്ട് പാടണമെങ്കിൽ, തലച്ചോറ് നല്ല നേരെ നിൽക്കണമെങ്കിൽ നല്ല അമണ്ടൻ സാധനം അടിച്ചു കയറ്റിയിട്ട് സ്റ്റേജിൽ കയറണം. അങ്ങനെ അടിച്ചു കയറ്റുന്നതിൻ്റെ ആയുസ് അറ്റുപോകുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിങ്ങൾക്ക് ഈയിടയ്ക്ക് മനസ്സിലായല്ലോ, ഒരുവൻ പോലീസിനെ കണ്ടുകൊണ്ട് അവൻ കൊണ്ടുവന്ന് MDMAയുടെ പാക്കറ്റ് എടുത്ത് വിഴുങ്ങി ആമാശയത്തിൽ കിടന്നത് പൊട്ടി കാഞ്ഞുപോയി. എന്നേക്കുമായി പണം ഉണ്ടാക്കാനുള്ള മനുഷ്യൻ്റെ അത്യാർത്തിയും ത്വരയും കൊണ്ട് ഒരു ജീവിതം തന്നെ എരിഞ്ഞടങ്ങി. നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് കള്ളക്കടത്താണ് അവരുടെ മെയിൻ തൊഴിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ തന്നെ ഈ ആദ്യം നമ്മൾ നാണം വിറ്റും പണം ഉണ്ടാക്കിയിടിൽ നാണക്കേട പണം തീർത്തുകൊള്ളും എന്ന് പറയുന്ന ഒരു വാദഗതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ MGM സ്കൂള് വളരെ ഖ്യാതി നേടിയ പള്ളിക്കൂടമാണ്. ഇത്രയും അധികം സ്ഥാപനങ്ങളുള്ള സ്ഥിതിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുരക്ഷാ ടീമിനെ തന്നെ ഓരോ മാനേജ്മെൻറ്റും നിയമിക്കേണ്ട കാലമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുട്ടികളെ സ്വാധീനിക്കാൻ നമുക്ക് കേട്ടുകേൾവിയില്ലാത്ത വഴികൾ ഉപയോഗിക്കുന്ന ഒരു കാലമാണ്. ഇന്നൊരു വീട്ടമ്മയ്ക്ക് വീട്ടിൽ ഇരുന്നാൽ മനസ്സമാനത്തോടെ ഇരിക്കാൻ പറ്റില്ല. സ്കൂളിലേക്ക് കുട്ടി പോയി മടങ്ങി വരുന്ന ഒരാശങ്കയാണ്, എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കും. നമ്മൾ 1, 1, 2 കുട്ടികൾ മാത്രമേ ഇപ്പോൾ മിക്ക വീടുകളിലും ഉള്ളൂ. നമ്മൾ ന്യൂക്ലിയർ കുടുംബമാണ്. ഇവിടെ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഈ സ്കൂളിൽ കുറേ കൊണ്ടെന്ന് എനിക്കറിയാം. നമ്മൾ ഈ കുട്ടികളുടെ ശ്രദ്ധ മാറുന്ന സമയമുണ്ട്. വൈകുന്നേരം പള്ളിക്കൂടത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവന് ഇഷ്ടം പോലെ സമയമുണ്ട്. അവന് കൂട്ടുകാരുമായിട്ടൊക്കെ സമ്മതിച്ച് നടക്കാനൊക്കെ സമയമുണ്ട്. അവനെ കായിക ലോകത്തേക്ക് മടക്കി വിളിക്കണം. നമ്മൾ സ്പോർട്സിൽ അവനെ പ്രോത്സാഹിപ്പിക്കണം. അതുപോലെ അവനെ നാടകം അഭിനയിക്കാൻ താല്പര്യം, നാടകത്തിലേക്ക് വിടണം, കലാരംഗത്തേക്ക് വിടണം, അവനെ കളിക്കാൻ വിടണം. കാര്യം ആർ ശ്രീകണ്ഠൻ നായർ നടത്തുന്ന യാത്ര അത് കൊല്ലം ജില്ലയിലെ പര്യടനം തുടരുകയാണ്. ഇപ്പോൾ യാത്ര കൊട്ടാരക്കര MGM സ്കൂളിൽ എത്തി നിൽക്കുകയാണ്. അവിടെ സ്വീകരണ പരിപാടിയിൽ സംസാരിക്കുകയാണ് SK. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.